നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. 27 ലക്ഷത്തോളം വരുന്ന കർഷകർക്കാണ്, കൃഷിഭൂമി ഉള്ളവർക്കാണ് PM കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം പ്രതിവർഷം 6000 രൂപ വീതം, അതായത് വർഷത്തിൽ 3 ഇൻസ്റ്റാൾമെൻറ്റുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വാട്സപ്പ് വഴി, അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് വഴിയൊക്കെ വിവിധ ഓൺലൈൻ സർവീസ് സെൻ്ററിൻ്റെ ഭാഗത്ത് നിന്ന് വരെ നമ്മുടെ ഇലക്ട്രോണിക് KYC പറയുന്ന PM കിസാൻ സമ്മാൻ നിധിയുടെ ഒറ്റത്തവണ പുതുക്കൽ, അതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പ് വന്നിരുന്നു. അതായത് കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം ഇനി തുടർന്ന് ലഭിക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും തന്നെ ബയോമെട്രിക് അപ്ഡേഷൻ ചെയ്യേണ്ടതാണ്. ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ, അതായത് കോമൺ സർവീസ് സെൻ്ററിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ എത്തി നമ്മൾ ബയോമെട്രിക് സംവിധാനം വഴിയോ ഫേസ് ഒതൻറ്റിക്കേഷൻ വഴിയോ ബയോമെട്രിക് അപ്ഡേഷൻ ആയിട്ടുള്ള ഇലക്ട്രോണിക് KYC ഒന്നുകൂടി ചെയ്യണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇത്തരത്തിൽ വ്യാപകമായിട്ട് പ്രചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തെ ജോലി പോലും വേണ്ടെന്ന് വെച്ച് ഇതിനുവേണ്ടി പോകുന്ന ഒരുപാട് കർഷകരുണ്ട്. പക്ഷേ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ രാജ്യവ്യാപകമായിട്ട് ഒരു മസ്റ്ററിംഗ് അപ്ഡേഷൻ്റെ അറിയിപ്പ് ഇതുവരെ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമായാണ് KYC പോലുള്ള കാര്യങ്ങളുടെ പുതിയ പുതുക്കലുണ്ടെങ്കിൽ, രാജ്യവ്യാപകമായിട്ടുള്ള അപ്ഡേഷൻ ഉണ്ട് എങ്കിൽ അത് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ വരുന്നത്. അങ്ങനെ യാതൊരു അറിയിപ്പും PM കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിലില്ല. ഇവരുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഹാൻഡിലുകളിലും ഇത്തരത്തിൽ അറിയിപ്പില്ല. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ PM കിസാൻ സമ്മാൻ നിധിയുടെ ഒഫീഷ്യൽ ആപ്ലിക്കേഷനായിട്ടുള്ള PM കിസാൻ ജോ എന്ന പറയുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനുണ്ട്. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ ഇത് അവൈലബിൾ ആണ്. ഇത് രജിസ്റ്റർ ചെയ്ത് നമ്മൾ ഡീറ്റെയിൽസ് എടുക്കാൻ നോക്കുമ്പോൾ ഒരു ഇലക്ട്രോണിക് KYC ചെയ്യേണ്ടതായിട്ട് നിർദ്ദേശം വന്നിട്ടുണ്ട്. ഇതാണ് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ഒരു പ്രധാന കാരണമായിട്ടുള്ളത്. അതുമാത്രമല്ല, ജൂൺ മാസം 30-ന് മുമ്പ് തന്നെ ചെയ്തില്ല എങ്കിൽ കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്ന ഗുണഭോക്താക്കൾ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടും, അല്ലെങ്കിൽ ആനുകൂല്യം ഇനി ലഭിക്കുന്നതല്ല എന്ന തരത്തിലാണ് അറിയിപ്പുകൾ വരുന്നത്. ഇത് തികച്ചും അടിസ്ഥാനരഹിതമാണ്.